ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അഡ്രിനോ ബോർഡിൽ ഒരു LED-യും ഒരു സെർവോ മോട്ടറും കണക്ട് ചെയ്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോഡ് അപ്ലോഡ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിലൂടെ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അഡ്രിനോ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്രിനോ ഡ്രോയിഡ് എന്ന ഈ സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ കാർഡിലിടാം. ഇത് നമുക്ക് വേണ്ട ചെറിയ കോഡുകളൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് വലിയ കാറിൻ്റെ സ്മാർട്ട് കീ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാധാ ഒരു LED, അതായത് എമിറ്റിംഗ് ഡയോഡ് ഉപയോഗിച്ച് എങ്ങനെ ഈ കോഡ് ഈ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്ത് ബ്ലിങ്ക് ചെയ്യിച്ചെടുക്കാവുന്നതാണ്. ഫസ്റ്റ് കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലെ ഫോണിലെ മുകളിലെ വലത്ത് ഭാഗത്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കെച്ച് എന്ന് കാണാം. ആ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അടിയിൽ എക്സാമ്പിൾ എന്ന് കാണാം. എക്സാമ്പിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ബേസിക് എടുക്കും. ബേസിക്കിൽ അതിൽ നമ്മൾ ഏതാ വേണ്ടത് വെച്ചാൽ LED അതിൽ ബ്ലിങ്ക് വേണ്ടത് ഏതാ എടുക്കുക. അതിൽ ബ്ലിങ്ക് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ആ കോഡ് നമ്മുടെ ഫോണിൽ അവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാം. അപ്പോൾ ആ കോഡിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ LED-യുടെ പിന്ന് 13ാമത്തെ കാലിലാണ് കൊടുക്കേണ്ടത് എന്ന്. അതായത് ഒരു പിന്ന് നമ്മുടെ ഗ്രൗണ്ട്, അത് നെഗറ്റീവിലും മറ്റേ പിന്ന് 13ലും കൊടുക്കുക LED-യുടെ കണക്ഷൻ. അത് നമ്മുടെ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ PW സിഗ്നൽ വരുന്ന അതിലെ 13ാമത്തെ കാലിൽ അതിൻ്റെ LED-യുടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ LED-യുടെ വലിയ കാല് പോസിറ്റീവായിരിക്കും. അല്ലെങ്കിൽ മറിഞ്ഞ് പോയാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ മാറ്റി വർക്ക് ചെയ്തില്ലെങ്കിലും ഒന്ന് LED തിരിച്ചു കൊടുത്താലും മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കണക്ടർ ഉപയോഗിക്കുന്നുണ്ട്, മെയിൽ ടു ഫീമെയിൽ കണക്ടർ, അല്ലെങ്കിൽ LED കൊടുത്താലും മതി. ഈ കണക്ടറിലേക്ക് യഥാക്രമം LED-യുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ LED കണക്ട് ചെയ്തതിന് ശേഷം ഇതിലെ ഫോണിലെ മുകൾ ഭാഗത്തായി ഒരു ഇടിമിന്നലിൻ്റെ ഇതുപോലക്കുന്ന ഒരു ഇത് കാണാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സമയത്ത് അത് കമ്പൈൽ എന്നാണ് അതിനർത്ഥം. പ്രസ് ചെയ്താൽ അത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കാണിക്കും. പിന്നെ നമ്മൾ ആ താഴോട്ട് ഏരോ മാർക്കുള്ള മുകളിലുള്ള അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് ഇതിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ LED ഇപ്പോൾ ബ്ലിങ്ക് ആവുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ LED ബൾബ് തന്നെ നമ്മൾ ബ്ലിങ്ക് ചെയ്ത LED ബൾബ് നമ്മൾ ഫെഡ് ചെയ്യാമാണ്. അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ വലത്ത് ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്കെച്ച് പ്രസ് ചെയ്യുക. അതിൽ എക്സാമ്പിൾ എടുക്കുക. പിന്നെയും അതിൽ ബേസിക്കിൽ അതിൽ ബ്ലിങ്ക് ഉണ്ടാവും. അതിൽ അതിൻ്റെ അടിയിലായിട്ട് ഫെഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കോഡ് ഇതിലേക്ക് ആയത് കാണാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് 9ാമത്തെ പിന്ന് പോസിറ്റീവ് LED മാറ്റി കൊടുക്കാൻ. നമ്മൾ ആ LED-ൻ്റെ ആ കണക്ഷൻ നമ്മൾ ആദ്യം വെച്ചതിന് 13ലായിരുന്നു. 13 നമ്മൾ അത് 9ലേക്ക് വെച്ച് കൊടുക്കും. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഫോണിൽ കാണുന്ന ഇടിമിന്നലിൻ്റെ ആ ഒരു ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ആ കോഡ് വരുന്നത് കാണാം. കോഡ് വരുന്നതല്ല, കോഡ് കമ്പൈലിനാവുന്നത് കാണാം. അപ്പോൾ ആ ഈ ഒരു നമ്മൾ ചെയ്ത കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് അടിയിൽ എഴുതി കാണിക്കും. അതിന് ശേഷം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ പറഞ്ഞ താഴോട്ടുള്ള അപ്ലോഡിൻ്റെ എറോ മാർക്കുള്ള ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് LED ഫെഡ് ആവുന്നത് കാണാം. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെർവോ മോട്ടർ വർക്ക് ചെയ്യിക്കുകയാണ്. കോഡ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ 3 വയറാണുള്ളത്, ബ്രൗണ്, റെഡ്, യെല്ലോ. അതിൽ റെഡ് പോസിറ്റീവ് 5 വോൾട്ടും ബ്രൗൺ നെഗറ്റീവ് 5 വോൾട്ടും യെല്ലോ അതിൻ്റെ സിഗ്നലുമാണ്. അത് നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ കണക്ഷൻ കൊടുക്കുന്നത് കോഡിൽ കാണും.
ഇതിലെ കോഡ് നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ 3 ഡോട്ട് വലത്ത് ഭാഗത്തെ 3 ഡോട്ട് ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ രണ്ടാമത് സ്കെച്ച്, അതിൽ ലൈബ്രറി എക്സാമ്പിൾ ഉണ്ടാവും. അതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ലൈബ്രറി ഉണ്ടാവും. അതിനുശേഷം സെർവോ ഉണ്ടാവും. അതിൽ സെർവോയിൽ നമ്മളതിൽ നോബുണ്ട്, സീപ്പും ഉണ്ട്. നമ്മളതിൽ സീപ്പാണ് ചെയ്യുന്നത്. ഇതിലെ സീപ്പിൽ നമ്മൾ ചെയ്യുന്നത് 0 to 180 ഡിഗ്രി വരെ അതിൻ്റെ മാറിക്കൊണ്ടിരിക്കും. 0ലേക്ക് വരും, പിന്നെ 80ലേക്ക് വരും. അത് നമുക്ക് അതിലെ കോഡിൽ നമ്മളത് 90 ആക്കുകയാണെങ്കിൽ അത് 0 to 90 വരെ വരും, കോഡിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ. അതുപോലെ നമ്മൾ നോബാണ് ചെയ്യുന്നതെങ്കിൽ നോബിൽ നമുക്ക് ആ നോബ് തിരിക്കുന്നതനുസരിച്ച് ഏത് പൊസിഷനിലാണ് തിരിക്കുന്നത് അതേപോലെ വന്നിരിക്കും. നമുക്ക് അതേ കാറിൻ്റെ ഒക്കെ സ്റ്റിയറിങ് തിരിക്കുന്നത് അതേപോലെ തന്നെ. നമ്മുടെ ഈ കോഡിൽ 9ാമത്തെ നമ്പറാണ് അതിൻ്റെ സിഗ്നൽ പിൻ നമ്മൾ അഡ്രോ ബോർഡിൽ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ആ കറുപ്പ് ബ്രൗൺ വയർ നമുക്ക് അതിൽ ആ ബോർഡിൽ തന്നെയുള്ള നെഗറ്റീവ് ഗ്രൗണ്ടിൽ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ആ റെഡ് വയർ നമ്മൾ അതിൽ തന്നെ ബോർഡിൽ തന്നെ 5 വോൾട്ടിൻ്റെ ഒരു ഇതുണ്ട്, അതിൽ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലെ മൊബൈലിലെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഈ ഡിമിനലിൻ്റെ ആ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേക്ക് കോഡ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കാണിക്കും. അതുപോലെ എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്ലോഡ് പറഞ്ഞാൽ താഴോട്ട് ഒരു ഏരോ മാർക്കുള്ള അത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിലേക്ക് ഈ കോഡ് അപ്ലോഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.